അപ്പോൾ ഞാനും മിലുവും കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് താത്തിയുടെ ഫ്ലാറ്റിലേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത്. അവിടെ ഷാനിമച്ചിയും വലിയപ്പച്ചിയൊക്കെ ഉണ്ട്. ഷാനിമച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യമ്മയാണ്. പുള്ളിക്കാരിക്ക് കീമോതെറാപ്പിയുടെ ഭാഗമായിട്ട് പുള്ളിക്കാരി താത്തിയുടെ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വലിയപ്പച്ചി അവിടെ ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഞാനും മിലുവും കൂടെ പോയി അവിടെ നിൽക്കാറാണ് പതിവ്. അപ്പോൾ ഇന്ന് വലിയപ്പച്ചി നമ്മുടെ തന്നെ കുടുംബത്തിൽ ഒരു കല്യാണത്തിന് പോയേക്കാണ്. അതുകൊണ്ട് ഞാനും മിലുവും കൂടെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനീ പോകുന്നത് ഹസ്ബൻഡിൻ്റെ വണ്ടിയിലാണ് കേട്ടോ. നമ്മൾ ഷോപ്പിൽ ചെന്ന് ഹസ്ബൻഡിൻ്റെ വണ്ടി എടുത്തുകൊണ്ടാണ് വരുന്നത്. വരുന്ന വഴിക്ക് കണ്ട പാച്ചപ്പ് ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ് എൻ്റെ സിയാസ് കേട്ടോ. അറ്റകുറ്റപ്പണികൾക്കായി പാച്ചപ്പ് ചെയ്തിട്ടേക്കുന്നതിനെ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വണ്ടി എടുത്തത് കേട്ടോ. സിയാസ് എടുക്കുന്നതിൻ്റെ അത്ര കോൺഫിഡൻസ് എനിക്ക് ഈ വണ്ടി എടുത്താൽ ഒരിക്കലും കിട്ടൂല. അതിന് നമുക്ക് എവിടെ വേണമെങ്കിലും ഇടിച്ചു കയറ്റാം, അതിനെന്ത് പറ്റിയാലും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതങ്ങനെയല്ല, ഇതിനെന്തെങ്കിലും പറ്റിയാൽ ഹസ്ബൻഡ് എന്നെ കൊല്ലും. അതുകൊണ്ട് ഇതിനെയും കൊണ്ട് വരുമ്പം വളരെ സൂക്ഷിച്ചാണ് ഞാൻ വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു തുള്ളി മൈലേജ് പോലും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ട് വിഷമങ്ങൾക്കിടയിൽ കൂടെയാണ് ഞാൻ ഈ വണ്ടി ഓട്ടിച്ച് വരുന്നത് തന്നെ. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലെത്തി. ഞാൻ ചെന്ന ശേഷമാണ് ഇനി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി കീമോതെറാപ്പി കഴിഞ്ഞാൽ 2-3 ദിവസം എണീക്കാൻ വയ്യാത്ത കിടപ്പാണ് കേട്ടോ. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത ശേഷമാണ് വലിയപ്പച്ചി പോയേക്കുന്നത്. ഇനി ഞാൻ ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കണം. എൻ്റെ കയ്യിലിരിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പഴയ കറിയാണ് കേട്ടോ. അപ്പം ഒരു ധൈര്യത്തിന് വേണ്ടി വെച്ചതാണ്, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. ഞാൻ ചെന്ന ശേഷം ഫ്രിഡ്ജിലിരുന്ന് ചിക്കൻ എടുത്ത് ചിക്കൻ കറിയും ഗീ റൈസും ഒക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. സോ ആ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതുപോലെ തന്നെ ആ കല്യാണത്തിൻ്റെ ലൈവൊക്കെ അവർ വിളിച്ച് കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടക്കുകയാണ്. ഈ മിലു ആണെങ്കിൽ ഉച്ചയ്ക്കൊക്കെ പണ്ട് നല്ല രീതിയിൽ ഉറങ്ങായിരുന്നു കേട്ടോ. ഇപ്പോൾ എത്ര വിളിച്ചാലും ഉറങ്ങത്തില്ല. അപ്പം ഞാൻ മോഹന വാഗ്ദാനമൊക്കെ കൊടുത്ത് ഈവനിങ് പാർക്കിൽ കൊണ്ടുപോകാൻ, ടെറസിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ ശേഷമാണ് കേട്ടോ ഉറക്കിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉറക്കം എണീക്കപ്പോൾ ഇവളിതെല്ലാം മറന്നു പോകുന്നു. ഇല്ല, അവൾ ഉറക്കം എണീക്കപ്പോൾ കറക്റ്റാണ് ചോദിക്കും. അവൾക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയും കാണും കേട്ടോ. അങ്ങനെ വല്ലപ്പോഴെങ്കിലും നമ്മൾ കൊടുക്കുന്ന വാക്കുകളൊക്കെ പാലിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ അവളെ പാർക്കിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നിരുന്നു ഊഞ്ഞാലിൽ കുറച്ച് നേരം ആടിയപ്പം ഊഞ്ഞാലിന് ഒരു വല്ലാത്ത സൗണ്ട് കേട്ടോ. അപ്പോൾ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഹമ്പിൻ്റെ സൗണ്ടാണ്, നമുക്ക് പെട്ടെന്ന് പോകാമെന്ന്. എന്നാലും ആൾ അതിനൊന്നും എഗ്രി ചെയ്തില്ല. ഇനിയും കളിക്കണമെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ മിക്കപ്പോഴും ഈ ഒരു റൈഡിലാണ് ഇരിക്കാറ് കേട്ടോ. ഭയങ്കര സുഖമാണ് ഇതിനകത്തൊരു നാടൻ. ആരുടെ സഹായം ഇല്ലെങ്കിൽ അത് നമുക്ക് തനിയെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിനുശേഷം നമ്മൾ ടെറസിൽ പോയി. ടെറസിൽ ഞാൻ ഇതുവരെയും ഈ ഈവനിങ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല കേട്ടോ. നൈറ്റ് വന്നിരുന്നിട്ടും ഉണ്ട് എന്നല്ലാതെ ഈവനിങ് എങ്ങനെയായിരിക്കും ലുക്ക് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. നൈറ്റ് ഇവിടെ വന്നിരിക്കാൻ നല്ല സൈഡിലാണ് കേട്ടോ എയർപോർട്ട്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് വരെ നമുക്ക് നൈറ്റ് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ വൈകിട്ട് വലിയാപ്പച്ചിയൊക്കെ വന്ന ശേഷം ഞാൻ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് പോകുന്ന വഴി നമുക്ക് കുറച്ച് ഫിഷും കൂടെ മേടിച്ചുകൊണ്ട് പോയി കറി വെക്കാൻ പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് സ്ഥിരം ഞാൻ വാങ്ങുന്ന പൂജപ്പുര ജംഗ്ഷനിലുള്ള ആളിൻ്റെ നിന്ന് കുറച്ച് ഫിഷ് മേടിച്ചാണ് കേട്ടോ പോയത്.